ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അല്ലുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇത്. അപ്പോൾ അല്ലുക്കുട്ടന് ഇപ്രാവശ്യം ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലുക്കുട്ടന് വേണ്ടിയിട്ട് അപ്പോൾ സൈക്കിൾ മേടിക്കാൻ പോയതായിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങളിതാ തലേന്ന് തന്നെ ഒളിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുവിൻ്റെ റൂമിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് അധികം കയറാത്തതുകൊണ്ട് അവൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ രാത്രി അവൻ നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ബലൂൺസൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് 5th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾ ബലൂണൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്തു രാത്രി. പിന്നെ ഞാനും കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 5th ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനും ഒരു 5 ഗിഫ്റ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയേ. പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ചു, കാരണം ഇന്നലെ നേരത്തെ ഉറങ്ങിയല്ലോ. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആശാന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എക്സ്പ്രസീവ് അല്ല, എന്നാലും അവന് ഭയങ്കര സന്തോഷമായി, ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഇതെവിടെയാണ് വെച്ചാൽ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് രാവിലെ തന്നെ. എന്നിട്ട് അത് തുറന്ന് നോക്കിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരം അതൊക്കെ ചവിട്ടി അകത്തുകൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയൊരു സൈക്കിളാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്തു, കുഞ്ഞായിരുന്നല്ലോ. പിന്നെ അത് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് അതൊക്കെ നാശമായിപ്പോയി. പിന്നെ ഒരു പെഡലിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു, അതും ഇതുപോലെ ചവിട്ടാതെ അവിടെ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അവൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വേറെ സൈക്കിൾ മേടിക്കാനോ അതിലോട്ട് അങ്ങനെ ശ്രദ്ധ പോയിട്ടില്ലേ. പിന്നെ അവൻ എപ്പോഴും ഇങ്ങനെ അകത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ പിന്നെ 5th ബർത്ത്ഡേ ആയതുകൊണ്ട് മേടിച്ചെടുക്കാൻ വിചാരിച്ചു. 5 വയസ്സൊക്കെ ആയില്ലേ, ഇനി ഒരു സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആശാൻ അത് ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനി അതൊക്കെ തുറന്നു നോക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ഒന്നും അല്ല കേട്ടോ. അപ്പം നമുക്കിത് ഓൾറെഡി തന്നെ അറിയായിരുന്നു, അവൻ ഇത് കണ്ടാലും പ്രത്യേകിച്ച് തുള്ളിച്ചാട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നേ. പിന്നെ ബാക്കിയുള്ള ഓരോന്നൊക്കെ എടുത്ത് തുറന്നു നോക്കുകയാണ് കേട്ടോ ആശാൻ. ഈ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവൻ ബർത്ത്ഡേക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലൊരു പേപ്പറിൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അവൻ ഓരോ ദിവസം എണ്ണി ഇരിക്കുകയായിരുന്നേ. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നപ്പോൾ അത് ലാസ്റ്റായിട്ട് കട്ട് ചെയ്ത് അതിനെ ഒഴിവാക്കിയതാണ് കേട്ടോ കണ്ടത്. അറിവായി വരുന്നതുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പറയുകയാണെങ്കിൽ ഒരു 5-6 മാസം മുന്നേ തന്നെ അവൻ എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, കേക്ക് വേണം, ഡൈനോൻ്റെ കേക്ക് വേണം, പിന്നെ കുറേ ഗിഫ്റ്റ് വേണം, റാപ്പ് ചെയ്യണം, അങ്ങനെ അവന് കുറേ നീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സ്കൂളിൽ പോയിട്ട് അവിടെ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ കണ്ടിട്ടോ അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ അവനെ എങ്ങനെ ഉറക്കും എന്നൊക്കെ ടെൻഷനിലായിരുന്നു കേട്ടോ. പക്ഷേ ആശാൻ എന്തോ വൈകുന്നേരം കുളിച്ചൊക്കെ വന്ന് അങ്ങനെ കിടന്നങ്ങ് വേഗം ഉറങ്ങി. എന്നോട് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ കൂടാം, അവനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഉറങ്ങുന്നുണ്ടാവില്ലായിരിക്കും എന്ന്. പക്ഷേ ഇന്നെന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോരോ ഗിഫ്റ്റ്സായിട്ട് തുറന്നു നോക്കുകയാണ് കേട്ടോ. ഞാൻ അവനൊരു 5 ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ, അവന് ഡൈനോ ആണ് ഏറ്റവും ഫേവറേറ്റ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു 4 ഡൈനോ വരുന്നൊരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വണ്ടികളുടെ ചെറിയ ചെറിയ വണ്ടികൾ, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് മേടിച്ചതാണേ. പിന്നെ അവന് അലിഗേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഓൾമോസ്റ്റ് എല്ലാ അനിമൽസിൻ്റെയും ഇത് കയ്യിലുണ്ട്, പക്ഷേ അലിഗേറ്റർ മാത്രമില്ല, അതുകൊണ്ട് എപ്പോഴും പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഒരു കുട്ടി ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോണൊക്കെ ഇരിക്കുന്ന കണ്ടാൽ ക്യാമറ ഓണാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്, നന്നായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കുട്ടി ക്യാമറ മേടിച്ചു കൊടുക്കാമെന്ന് അവന്. ഇതിൽ ചെറുതായിട്ട് ചെറിയ സൈസ് മെമ്മറി കാർഡ്, 4 GB വരെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ, നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. പിന്നെ ഒരു ചോക്ലേറ്റും ഒക്കെ ആയിട്ട് എൻ്റെ ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അമ്മയും അച്ചുവും ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായി ഒരു ബോർഡ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ മറന്നു. ഇത് ചെറിയൊരു ബോർഡാണ് കേട്ടോ, ബ്ലാക്ക് ബോർഡും ഉണ്ട് വൈറ്റ് ബോർഡും ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ് ഇതും. എന്തിൻ്റെയെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, തരാം. അവനിങ്ങനെ സ്ലേറ്റാണ് യൂസ് ചെയ്യുക, അവന് ഭയങ്കര ഇഷ്ടം അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലേറ്റ് വേഗം നാശമായി പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു ബോർഡ് മേടിക്കാമെന്ന്. അപ്പോൾ അവനിങ്ങനെ എഴുതുകയും അവൻ്റെ മാത്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്താണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായത്.
എനിക്ക് ആ ഗിഫ്റ്റ് വേണം, ഈ ഗിഫ്റ്റ് വേണം, എനിക്ക് അതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടം എന്നൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അമ്മ അത് വാങ്ങിത്തരോ, ഇത് വാങ്ങിത്തരോ എന്നൊക്കെ. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് കേട്ടോ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവനൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് അതൊക്കെ റാപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഏട്ടൻ്റെ സൈക്കിളാണെങ്കിലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫുൾ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവൻ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അവന് ഒക്കെ മനസ്സിലാവുമായിരുന്നെങ്കിലും ഇത്ര അറിവൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമായി അവന്. പിന്നെ ഞാൻ എന്താ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ തന്നെ ഈ 4 വയസ്സിലെ ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്തതാണ്. എല്ലാ വർഷവും ഇതുപോലെ ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരികയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സൈക്കിൾ ചവിട്ടലായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവനിത് ഇഷ്ടമാവുമെന്ന്. കാരണം അവനിങ്ങനെ പുറത്ത് അങ്ങനെ ഇതൊന്നും ഓടിക്കുന്നത് അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു ചെറുതുണ്ടായിരുന്നു, ഒരു ബൈക്ക് പോലത്തത്. അതൊന്നും അവൻ എടുക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ സക്സസ് ആവില്ല, എന്നാലും അവനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം, 5 വയസ്സായില്ലേ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എന്നും രാവിലെയും വൈകുന്നേരവും ഒക്കെ വെയിൽ താഴുന്ന സമയത്ത് അവനിത് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ ബെല്ലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എപ്പോഴും ബെല്ലടിച്ച് ഇങ്ങനെ കളിയാണ്. വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. കളിക്കാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല, സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, നമുക്ക് നൈബേഴ്സും അങ്ങനെ ആരും ഇല്ല, കുട്ടികളൊന്നും ഇല്ല. ഭയങ്കര ബോറിംഗ് ആണ് വീട്ടിൽ തന്നെ. വെയിലായതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ കളിക്കാനും പറ്റില്ല. അങ്ങനെ ഞാനും അവനും കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ ഒരു മാസം ഫുള്ള്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു, എങ്കിൽ ഫ്രണ്ട്സിനെയും ഒക്കെ കാണാം, സ്കൂളിൽ പോകാം, അങ്ങനെ ഒരു ഇതിലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ബുക്സും ടി വിയും ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ അവന് ഭയങ്കര ഹാപ്പി ആക്കണമെന്ന് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമായിരുന്നു. അങ്ങനെ ഇതാ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ആശാൻ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് 12 മണിക്കാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഗിഫ്റ്റൊക്കെ കിട്ടിയതിന് അച്ചയോട് താങ്ക്സ് ഒക്കെ പറയാമെന്ന് കേട്ടോ. അപ്പോൾ അച്ചയ്ക്ക് ഇന്ന് പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വിളിച്ചതാണ് എണീറ്റപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ അവർ തമ്മിൽ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവാനേ. നമ്മൾ കേക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. ചെറുതായിട്ടൊരു ഡെക്കോറൊക്കെ ചെയ്തിട്ട് അവിടെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവിടേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുളിച്ചൊക്കെ റെഡിയായി. ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജുബീനെയും ഫാമിലീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമില്ല കേട്ടോ, ചെറിയ ഫംഗ്ഷനാണ്. അവൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ സെയിനും ഐഷു ദീദിയും വേണമെന്ന് അവന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണിക്കാണ് പറഞ്ഞതെങ്കിലും ഒക്കെ എല്ലാവരും എത്തിയൊക്കെ വന്നപ്പോഴേക്കും 12:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മളവൻ്റെ 3rd ബർത്ത്ഡേയും ഇവിടെ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ നല്ല രീതിയിലെല്ലാം ചെയ്തു തരും. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് കേട്ടോ. 2 പാക്കേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു ഫുൾ റിങ്ങിൽ ബലൂൺ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ തന്നെ ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു ജ്യൂസൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ആശാൻ ഓടി ചെന്നിട്ടുണ്ട്, ഗിഫ്റ്റൊക്കെ പിടിച്ച് വാങ്ങുമായിരുന്നു. അവരൊക്കെ വരുന്നവരെ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആശാനെ പിടിക്കാനേ കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഭയങ്കര ബഹളവും ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം പിടിച്ചു വെക്കാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ജ്യൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. അല്ലിക്കുട്ടൻ ഒട്ടും ക്ഷമ ഉണ്ടായില്ലേ ഫോട്ടോ എടുക്കാൻ, കാരണം കേക്കൊക്കെ അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ അങ്ങടേക്ക് പോകണം. കേക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആശാൻ ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എല്ലാം വന്ന് എല്ലാം സെറ്റായിട്ട് കേക്കൊക്കെ കൊണ്ടുവച്ചാൽ മതിയെന്ന്. എന്നിട്ട് അത് അവിടെ നിന്ന് എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ആശാന് ഭയങ്കര ടെൻഷനായി. പിന്നെ അതിൻ്റെ അടുത്ത് പോകണം, അതിൽ തൊടണം. പിന്നെ അവൻ്റെ ഫേവറേറ്റ് തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡൈനോൻ്റെ. അപ്പോൾ അതൊക്കെ കൂടെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് സന്തോഷവും പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ട് ഞങ്ങളതവിടെ പിടിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. നോർമലി കേക്ക് സ്റ്റുഡിയോയിലെ കേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്കിവിടുത്തെ റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, പിന്നെ ചോക്കോ ട്രഫിൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അത്യാവശ്യം നല്ല അഫോർഡബിളും ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്ത് തരികയും ചെയ്യും. നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും നല്ല ഭംഗിക്ക് ഞാൻ കൊടുത്ത മോഡൽ പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ചോക്ലേറ്റ്സ് ഞാനൊരു ഇൻസ്റ്റാ പേജ് വഴി ചെയ്തതാണ്.
MG സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് വഴി ചെയ്തതാണ്. അതും നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ ഒപ്പം ഞാൻ കപ്പ് കേക്ക്സും കേക്ക് സിക്കിൾസും പിന്നെ ഡോണട്ട്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഭംഗിക്ക് നല്ല ഡിസൈനിൽ അതേ സെയിം തീമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നല്ല സർവീസും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒക്കെ ടൈമിൽ നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സർവീസ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഇത്രയൊന്നും സർവീസൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത്ര നീറ്റായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അന്ന്. പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കേക്കിൻ്റെ ടേസ്റ്റും ഒക്കെ കൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ പെരിന്തൽമണ്ണയിൽ ഇതുപോലെ ഡെക്കോർ ചെയ്ത് തരുന്നിടം വേറെ സ്ഥലമൊന്നുമില്ല. പ്ലാനറ്റ് കഫേയിലൊക്കെ തന്നെ നമുക്ക് സ്പേസ് തരും, നമ്മൾ പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഇതാവുമ്പോൾ നമുക്ക് അവർ ഒക്കെ ചെയ്ത് തരും, അതിനുള്ള ആ ഒരു പ്രൈസ് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അതാണല്ലോ ഈസി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ അതാ ഞങ്ങൾ എല്ലാവരെയും കൂടെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആശാനെ കിട്ടത്തില്ല എന്നറിയാം. അപ്പോൾ പിടിച്ച് വെച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് കേട്ടോ നിർത്തിയേക്കുന്നത്. അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് അതിൻ്റെ ഒപ്പം ഈ ഒരു സ്പാർക്കിൾ കാൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്തത്. ഒരു പടക്കം പൊട്ടിയ പോലെ ഫസ്റ്റ് ഒരു സൗണ്ട് ആയിട്ട് അങ്ങനെ നിന്നു. അതിൽ നിന്ന് പിന്നെ സ്പാർക്കിളൊന്നും വന്നില്ല. 2 തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വയ്ക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേണ്ട, ഇനി പേടിച്ചാലോ, ഇനി അതൊരു റിസ്ക് വേണ്ടാന്ന് വെച്ചാൽ ഇനി വേണ്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സ്നോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഈ ഫുള്ള് സ്പോയിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പോപ്പർ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പിന്നെ ദൂരോട്ട് വെച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അതാവാൻ ഭയങ്കര ചിരിച്ചിരിക്കുന്നതേ. അങ്ങനെ കട്ട് ചെയ്യാൻ വല്ല എന്താ പറയുക ബലത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വല്ല വിധേനയും കുറച്ച് നേരമൊക്കെ പിടിച്ച് തന്നിട്ട് ലാസ്റ്റ് ഇതാ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുന്നതും പിന്നെ ഈ ഒരു ബഹളവും ഒരു ആക്രാന്തത കണ്ടാൽ വിചാരിക്കും കഴിക്കുമെന്ന്. പക്ഷെ പിന്നെ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലാണ് കേട്ടോ ഈ കിടന്നുള്ള ഒരു ചാട്ടവും ബഹളവും ഒക്കെ. പിന്നെ അവർ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കപ്പ് കേക്കും പിന്നെ ആ ഒരു സിക്കിൾസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. കേക്ക് അവർ കൊണ്ടുപോയിട്ട് നമുക്ക് കട്ട് ചെയ്ത് അവർ ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അത് വളരെ ഈസി ആയിരുന്നു കേട്ടോ. നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവർ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ എന്താ പറയുക കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അവർക്കും പോകാനുണ്ടായിരുന്നു, വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും പോകാനുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ പാഴ്സൽ ചെയ്തെടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഷോപ്പിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേബിളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അല്ലുക്കുട്ടിന് ബിരിയാണി ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അമ്മ താളി മീൽസാണ് കേട്ടോ മേടിച്ചത്. അച്ചു വന്നില്ല, ഷോപ്പിൽ ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവന് ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായേ. വീട്ടിൽ പോയിട്ട് പിന്നെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യലാണ്. എന്നാലേ അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ചെന്നോടുള്ള പരിപാടി. അങ്ങനെ ഓരോന്നായിട്ടൊക്കെ ഇതാ ഓരോന്ന് പൊളിച്ച് നോക്കി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം അത്യാവശ്യം കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനും ഭയങ്കര ഹാപ്പിയായി. ഇന്നത്തെ ഫുൾ ഡേ എൻ്റെ ബർത്ത്ഡേ ആണോ, നാളെ എൻ്റെ ബർത്ത്ഡേ തീരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നും ബർത്ത്ഡേ വേണമെന്നാണ് കേട്ടോ അവന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഷത്തോടു കൂടി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, 5 വയസ്സായി, വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊന്നും പറ്റത്തില്ല, അടുത്ത വർഷം ഗോഗോ ഡൈനോൻ്റെ തീമിൽ ചെയ്യണം, പിന്നെ ആ ഗിഫ്റ്റ് വേണം ഈ ഗിഫ്റ്റ് വേണം എന്നൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ നീഡ്സ് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഓരോന്നൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അവന് റിമോട്ട് കാർ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചു ഒരു റിമോട്ട് കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജുബീൻ്റെ അവിടെ നിന്ന് ജെയിനവരും ഇങ്ങനെ ഒരു റിമോട്ട് കാർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി ഒരു കാറായിരുന്നേ. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ പിന്നെയും ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇത് മുഫി കൊടുത്തതാണേ. പിന്നെ ഇത് അമ്മ മേടിച്ചു കൊടുത്തതാണ് ടോയ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കളിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോയ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അവനെ കിട്ടിയപ്പോൾ ഭയങ്കര സർപ്രൈസായേ. പിന്നെ ഈ ഒരു കാറും ഇപ്രാവശ്യത്തെ പൂരത്തിനും ഫെസ്റ്റിവലിനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അവനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറേ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അതൊക്കെ തീർക്കണം, എന്നാലേ അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ.
പിന്നെ വൈകുന്നേരം ബലൂണൊക്കെ കുത്തിപ്പൊട്ടിച്ച് അങ്ങനെ പരിപാടി അവസാനിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.